നമസ്കാരം. നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അത് പഴമായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, നട്ട്സ് ആവട്ടെ, സീഡ്സ് ആവട്ടെ, ഇവയൊക്കെ വളരെയധികം പോഷകപ്രധാനവും അതുപോലെ ഔഷധ ഗുണവും ഉള്ളതാണെന്നാണ് നമ്മൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഔഷധ ഗുണവും പോഷക ഗുണവും വളരെ കൂടുതലാണ് ഇവയിലൊക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കേറെ അത്യാവശ്യവുമാണ്. എങ്കിൽ കൂടിയും ചില ഭക്ഷണ സാധനങ്ങളിൽ ചില വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് വളരെയധികം കേടുപാടുകൾ ഉണ്ടാക്കുന്നതാണ്. അതായത് വിഷത്തിനെ പോലെ തന്നെ അത് പ്രവർത്തിക്കും. വിഷം നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള അനുഭവം അതിനകത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള, നേരത്തെ നമ്മൾ വീഡിയോ കുറച്ച് ഇതേ സിമിലാരിറ്റിയിൽ വേറൊരെണ്ണം ഇട്ടിരുന്നു, എങ്കിലും കുറച്ചുകൂടെ വ്യത്യസ്തമായി പുതിയ ചില കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ സാധാരണ കാണുന്ന ഒരു ഇലിമ്പൻ പുളി, ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇലിമ്പൻ പുളി വളരെ നല്ലതാണ്. പിക്കിൾ ഉണ്ടാക്കാനാണെങ്കിലും ജ്യൂസായിട്ട് കഴിക്കാനാണെങ്കിലും, അതുപോലെ തന്നെ എന്താ പറയുക, കറികൾക്കകത്ത് പലരും ഈ കറികൾക്കകത്ത് ഈ നെത്തോലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇലിമ്പൻ പുളിയിട്ട് തയ്യാറാക്കി വളരെ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇലിമ്പൻ പുളിയുടെ സീസണിൽ അറിയാതെ വളരെയധികം ചില ആൾക്കാർ കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുന്നത് സൂക്ഷിച്ച് വേണം. കാരണം അതിനകത്ത് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, ഓക്സാലിക് ആസിഡ് വളരെ കൂടുതലാണ്. ഈ ഒരു പദാർത്ഥം നമ്മുടെ കിഡ്നിയിലെ നെഫ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്കകത്തുള്ള സെൽസാണ്. ഈ നെഫ്രോൺസിനകത്ത് അടവ് വരുത്തും. ഈ ഓക്സൈഡ് ക്രിസ്റ്റൽസ് നെഫ്രോൺസിനകത്ത് അടവ് വരുത്തി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും സർവ്വസാധാരണമല്ല, പക്ഷേ പലർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോങ്ങാനിരുന്ന് നായുടെ തലയിൽ തേങ്ങ വീണ്ടെന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ള കിഡ്നി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും ഉള്ളവർക്ക് ഈ എലുമ്പൻ പുളി കഴിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ചും ക്രിയാറ്റിൻ കൂടുതലുള്ളവർ, അതുപോലെ ഈ കിഡ്നി സ്റ്റോൺസ് ഉള്ളവരുണ്ടല്ലോ, കിഡ്നി നമ്മൾ വൃക്കയിൽ കല്ലുകളുള്ളവർ, അവർ തീരെ തൊടാൻ പാടില്ല. അപ്പോൾ ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസും അതുപോലെ സിട്രിക് ക്രിസ്റ്റൽസും യൂറിക് ആസിഡ്, ഇങ്ങനെ 3 തരം ക്രിസ്റ്റലുകളാണ് ഈ കല്ല് രൂപത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ പറയുന്ന ഇലിമ്പൻ പുളിയുടെ ഉപയോഗം. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇപ്പോൾ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കഴിക്കുമ്പോഴല്ല വരുന്നത് ഇത്. ചിലർ സ്ഥിരമായിട്ടിത് എല്ലാ ദിവസവും ജ്യൂസ് അടിച്ച് കുടിക്കും. അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇതുകൊണ്ട് കൊളസ്ട്രോൾ കുറയും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും ഇത് കുടിക്കുന്നത്. അത് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് കുടിക്കുന്നത്. അങ്ങനെ പലരും പറയാറുണ്ട്, ഇത് കുടിക്കാവോ മാഡം എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, അമിതമായാൽ അമൃതം വിഷം എന്നുള്ള കാര്യത്തിൽ ഇത് മുൻപന്തിയിലാണ് നിൽക്കുന്നത്. വളരെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ എടുത്താൽ സ്റ്റാർ പോലെ ഇരിക്കും സ്റ്റാർ ഫ്രൂട്ട്. ഈ പുളിയും ഇതുപോലെ തന്നെ നൊട്ടോറിയസ് ആണ്. ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് വളരെ കൂടുതലാണ് ഇതിനകത്ത്. അപ്പോൾ ഈ 2 ഫ്രൂട്ട്സും വളരെ സൂക്ഷിച്ച് വേണം. വൃക്കയിൽ കല്ലുകളുള്ളവരും ക്രിയാറ്റിൻ ലേശം കൂടിയിരിക്കുന്നവരും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും പോളിസിസ്റ്റിക് കിഡ്നി അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരും ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓക്കെ. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സർവ്വസാധാരണമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആപ്പിളിൻ്റെ നടുക്ക് കുറച്ച് ചെറിയ കുരുക്കളുണ്ടല്ലോ. നമ്മൾ ആ കുരുവിനെ എടുത്ത് കളഞ്ഞിട്ടല്ലേ ആപ്പിൾ കഴിക്കുന്നത്. ആ കുരു, അതുപോലെ തന്നെ പീച്ച്, പേര്, അതുപോലെ ചെറീസ്, ആപ്രിക്കോട്ട്, ഇങ്ങനെ വിഭാഗം. ഇത് സ്റ്റോൺ ഫ്രൂട്ട്സ് എന്നാണ് ഇതിന് പറയാനുള്ളത്, സ്റ്റോൺ ഫ്രൂട്ട്സ്. അപ്പോൾ ആപ്പിളിനകത്തിരിക്കുന്ന ചെറിയ കുരു ഒട്ടും കഴിക്കാൻ പാടില്ല. നമ്മൾ അത് കട്ട് ചെയ്ത് നമ്മൾ ആപ്പിൾ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ കുരു ഒഴിവാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതേ ആ ഒരു ക്വാളിറ്റിയിലുള്ളതാണ് ഈ പറയുന്ന ആപ്രിക്കോട്ടിനകത്തിരിക്കുന്നതും പീച്ചിനകത്തിരിക്കുന്നതും ചെറിക്കകത്തിരിക്കുന്നതുമായ സീഡ്സ്, കുരുക്കൾ. ഈ കുരു കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം കഴിക്കാൻ. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വളരെയധികം അമിഗ്ഡാലിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷവസ്തുവാണ് ഈ കുരുവിന്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു കുരു പോലും അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.
അമിഗ്ഡാലിൻ എന്ന് പറയുന്ന വലിയൊരു വിഷവസ്തു തന്നെയാണ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു പഠനമുണ്ട്. അതായത് ഈ ആപ്രിക്കോട്ടിൻ്റെ ഈ കുരുവിനകത്ത് വൈറ്റമിൻ B17 എന്ന് പറഞ്ഞിട്ട് ഒരു ഘടകം അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ക്യാൻസറിനെതിരായി പ്രവർത്തിക്കുമെന്നും ഒരു ചെറിയ പഠനങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം ഫലവത്തായെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ആപ്പിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ആപ്പിളിനെ അല്ല, ആപ്പിളിൻ്റെ കുരുവാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കാഷ്യൂനട്ട്. നമ്മുടെ അതില്ലേ അണ്ടിപ്പരിപ്പിൻ്റെ അതിൻ്റെ പുറത്തുള്ള ഒരു തൊലിയുണ്ട്. അതിൽ എർസിയോൾ എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു വിഷവസ്തുവുണ്ട്. ഈ വിഷവസ്തു സ്ഥിരമായി നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി തന്നെ വേണമെന്നില്ല. അത് നമ്മൾ ചിലപ്പോൾ പലർക്കും അമിതമായ അലർജി വരികയും അത് വളരെ കൂടുതൽ റെഡ്നെസ്സും റാഷസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് കാഷ്യൂനട്ടിൻ്റെ പുറത്തുള്ള തൊലിയിലുള്ള ഈ എർസിയോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ. പിന്നെ പ്രധാനമായിട്ട് അടുത്തത് പറയാനുള്ളത് നമുക്ക് ബദാമാണ്. ബദാം എല്ലാവരും എന്നും കഴിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷ്യവസ്തുവാണല്ലോ. നട്ട്സ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങളുള്ളതും ബദാമിൽ തന്നെയാണ്. ബദാമിനകത്തുള്ള പുറത്തുള്ള തൊലി, അതിനകത്ത് ചില ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്. ആ തൊലിയോടുകൂടി സ്ഥിരമായി അധികമായി കഴിക്കരുതെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ തോതിൽ കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ അത് നമ്മൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിച്ചാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ആ തൊലി ചെന്ന് കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് വെച്ചാൽ ഈ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ, നമ്മുടെ പോഷകങ്ങൾ വയറിനകത്ത് നിന്ന് ആഗീകരണം ചെയ്യാൻ അത് ചിലപ്പോൾ ഒന്ന് തടസ്സപ്പെടുത്തും എന്നുള്ള ഒരു കാര്യം ഈ ബദാമിൻ്റെ തൊലിയിലുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റൊരു ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷവസ്തുവും കൂടെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഹൈഡ്രോസയാനിക് ആസിഡ്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടാതെ ഈ തൊലി എടുത്ത് കളയാനായിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇത് എളുപ്പം തൊലി കളയാനൊരു മാർഗ്ഗമുണ്ട്. സാധാരണ എല്ലാവരും തലേ ദിവസം കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തൊലി കളഞ്ഞാണ് എടുക്കാറുള്ളത്. ഇതല്ലാതെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്നിട്ട് ഒരു 30 സെക്കൻഡ് തിളപ്പിക്കുക. 30 സെക്കൻഡ് തിളപ്പിച്ചതിന് ശേഷം എടുത്തു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തൊലി ഇളകി വരും. അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് തൊലിയെല്ലാം ഇളക്കി കഴിഞ്ഞ് ഇതൊന്ന് ഓവനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഒരു കുപ്പിക്കകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ആൽമണ്ട് ഫ്ലോർ തന്നെ ഉണ്ടാകും. അതായത് ഈ ഇങ്ങനെയുള്ള ഈ ബദാമിൻ്റെ പൊടി, ബദാം പൊടി, അത് വെച്ചിട്ട് നല്ല ഏറ്റവും പോഷകപ്രദമായ പൊടിയാണത്. അത് വെച്ചിട്ട് കേക്ക് വരെ ഉണ്ടാക്കുന്നുണ്ട്. കേക്ക്, പുഡിങ്ങിനൊക്കെ ബദാം ഫ്ലോർ ഉപയോഗിക്കാം, നമ്മളുടെ മൈദയ്ക്ക് പകരമായിട്ട്. അപ്പോൾ അങ്ങനെ ബദാമിൻ്റെ പോഷക ഗുണങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ അത് ശ്രദ്ധിക്കുക. അധികം തൊലി ഉള്ളിൽ ചെല്ലാതെ ഉപയോഗിക്കുക. പിന്നെ എല്ലാവർക്കും അത് വരണമെന്നില്ല. ഞാൻ മിക്കവാറും തൊലിയോടുകൂടിയൊക്കെ കഴിക്കാറുണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. യൂഷ്വലി ഞാൻ അതിനകത്ത് എപ്പോഴും ഈ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റിനേക്കാൾ എനിക്കിഷ്ടം ഇതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ വെർജിൻ ഓയിലും ഒക്കെ കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല റോസ്റ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ എനിക്കത് വളരെ താല്പര്യമുള്ളതുകൊണ്ട് ഞാനങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷേ എനിക്കിതുവരെ വയറിനൊരു ഇൻഡൈജഷൻ, ദഹനക്കേടൊന്നും ഉണ്ടായിട്ടുമില്ല. ബദാമിനെ കുറിച്ചുള്ള വിശേഷം. പിന്നെ അടുത്തത് പൈനാപ്പിൾ, ബിറ്റർ പൈനാപ്പിൾ. അതായത് പൈനാപ്പിളിൽ കയ്പുള്ള ഇനങ്ങളുണ്ടാവും ഇടയ്ക്ക്. അത് അതിനകത്തുള്ള ഒരു വിഷവസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത് നമ്മൾ സൂക്ഷിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ കടിക്കുമ്പോൾ തന്നെ ഒരു കയ്പുണ്ടെങ്കിൽ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെയാണ് കപ്പലണ്ടിക്കകത്ത് അടങ്ങിയിരിക്കുന്ന അഫ്ലാടോക്സിൻ. കപ്പലണ്ടിയിൽ ഈ അഫ്ലാടോക്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു നിറത്തിനൊരു വ്യത്യാസവും വരും, ഒരു കയ്പും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വായിലിടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഉള്ളത് കഴിക്കാതിരിക്കുക. അഥവാ എടുത്ത് വായിലിടുമ്പോൾ ഒരു കയ്പ് തോന്നിയാൽ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ അഫ്ലാടോക്സിൻ നശിച്ചു പോകുന്നത് നല്ല റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ നശിച്ചു പോകും. മിക്കവാറും എല്ലാ നട്ട്സിലും ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറവാണെന്നേ ഉള്ളൂ. ബദാമിലും ഒക്കെ തന്നെ ഈ അഫ്ലാടോക്സിൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പിസ്തയിലുണ്ട്, കാഷ്യൂനട്ടിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് റോസ്റ്റ് ചെയ്യുക. ഓവൻ റോസ്റ്റ്, മൈക്രോവേവ് റോസ്റ്റും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ അഫ്ലാടോക്സിൻ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.
എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉള്ളിൽ ചെന്ന് ഉടനെ കുഴപ്പം വരുമെന്നല്ല, സ്ഥിരമായിട്ടുള്ള ഉപയോഗം. പിന്നെ ഇങ്ങനെയുള്ള ഓരോ ഇൻഡിക്കേഷൻസ് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.